മലയാളം സീസൺ 69. എന്താ സംഭവം? എപ്പിസോഡ് നമ്പർ 69. ഇന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ, ഞാൻ ഭയങ്കര പ്രൗഡാണ് ഒരു സെലിബ്രിറ്റിന്റെ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയതില്. താങ്ക് യു. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അപ്സരന്റെയും സായിയുടെയും ഫാമിലി എൻട്രി നടത്തിയതാണ്. സായിനെന്നാ വന്നതല്ലേ? സായിന്റെ വൈഫ് എന്തൊക്കെ എന്തൊക്കെ കാട്ടിക്കിടണേ. അങ്ങനെ പിന്നെ അവിടെ രണ്ടുപേരും ഇങ്ങനെ നല്ല സംസാരിച്ചിരുന്നപ്പോ പെട്ടെന്നാണ് എന്തുണ്ടായത്? വേറൊരു സോങ് കേട്ടത്. വേറൊരു സോങ് കേട്ടു. ഏത് സോങ്? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? നമ്മുടെ ഒരു സുന്ദരിയായ ഒരു കുട്ടി ഇങ്ങനെ നടന്നു വരുന്നു. നടന്നു വരുന്നു. ഇതത് തന്നെ, ഇതത് തന്നെ. അങ്ങോട്ട് പാട്ടോ. ആരാ ആരാ? നീയാണോ? അതെ, ഞാനാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം സായിയുടെ സ്വന്തം ഭാര്യയായ സ്നേഹ, അങ്ങനെ സുന്ദരിയായ സ്നേഹ ആ ഡോറ് തുറന്ന് വന്നിരിക്കുന്നു. നല്ലൊരു സീനായിരുന്നു. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എല്ലാവരും എന്നെ നല്ലൊരു സീനായിരുന്നു, പക്ഷെ അത് കട്ട് ചെയ്ത് വെക്കും. അല്ല, ഇന്ന് എപ്പിസോഡിൽ കുറച്ച് കാണിച്ചു. ഞങ്ങളൊരു കിസിംഗ് സീനൊക്കെ അന്യമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെ പറഞ്ഞു വിട്ട കുട്ടിയാണെന്ന് അറിയാം. വളരെ നന്നായി നോക്കി പറഞ്ഞിട്ട് അവിടെ പോയി കിസ് ചെയ്യാൻ പോയിട്ടുണ്ട്. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് അടിക്കാണ് വേണ്ടത്. ഞാൻ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ സെടുത്തത് എഴുതിട്ട് ഞാൻ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ സെടുത്തത് എഴുതിട്ട് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആൾക്കാർ ഞാനുണ്ട് തന്തനൊക്കെ ഇവിടെ ചെറുപ്പക്കാരായ ആളുകൾ ഇത് കണ്ടിരിക്കില്ലേ? ഇതിപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് സൈലന്റ് ആയി നിൽക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ആള്, നമ്മളെ പോലെയുള്ള ആളുകൾ. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ടാ. ഇന്നിപ്പോ ഞങ്ങള് എന്താ പറയാ ഹോട്ടലിൽ പോയ സമയത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോ കാണാനാണില്ല. ഇവള് എന്താ പറയാ സെലിബ്രിറ്റിയൊക്കെ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട്. എനിക്കറിയില്ല. എന്നിട്ട് പ്രൊമോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ റേഞ്ചിക്ക് ഇങ്ങനെ ആൾക്കാർ എത്തുകയാണ്. ഇതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? പ്രൊമോ കാണിച്ചു കൊടുത്തിട്ട് അതിന് ഞാൻ നോക്കുമ്പോ മുഖം ചെറിയൊക്കെ ചെയ്യണം. എത്രയായി? 60 രൂപ. ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? ഇല്ല ഇല്ല. മാല. അത് ശരി. അപ്പൊ കാശ് മാത്രം കയ്യിലില്ലല്ലേ? നിങ്ങൾക്കൊക്കെ ഒന്ന് ഈ പണക്കാരെ ബഹുമാനിക്കാൻ പഠിച്ചൂടെ?